ഗൈസ് വെൽക്കം വണക്കം. സംഭവം ഇച്ചിരി ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വീഡിയോ ജാസ്മിൻ ജാഫറുമായിട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് സാധനം ചെറിയ കളിയല്ല, ഇതൊരു വലിയ കളി തന്നെയാണെന്നുള്ള കാര്യം. കാരണം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മറ്റു മതങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. മതമില്ലാത്ത അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാത്ത മതങ്ങൾ വിട്ടുപോകുന്ന ആൾക്കാർക്ക് നമുക്കിവിടെ ജീവിക്കാം. അതോടൊപ്പം തന്നെ മതവിശ്വാസികൾക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. അതൊക്കെ ഒരു നമ്മുടെ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളോട് ഒരു തരത്തിലൊരു ബോധവും അതിനെക്കുറിച്ചുള്ള വിവരവും ഇല്ലായ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെ പിന്താങ്ങുന്ന ഒരു സമൂഹം നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഒരവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജാസ്മിൻ ജാഫറിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നതല്ല, ഇത് ജാസ്മിൻ ജാഫർ ഒരു വ്യക്തി മാത്രമാണ്. അതുപോലെ ഒരുപാട് പേര് ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പം പറയുന്നത് ഗുരുവായൂർ ക്ഷേത്ര അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജാസ്മിൻ ജാഫർ ആ ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ റീൽസ് ചിത്രീകരിക്കുകയും അതിനകത്ത് കഴിയുക എന്നുള്ള കാര്യമാണ്. നമുക്ക് ഇതിപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ് കാണുക, അത് കാണുമ്പോൾ ശരിക്കും ഒരു മാനസികപരമായിട്ട് ചിന്തിക്കുമ്പോഴേക്കും കേൾക്കുമ്പോഴേ ഒരു വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. പറയാം, ജാസ്മിൻ ജാഫർ റീൽ ഏഷ്യാനെറ്റിൽ വന്നേക്കുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രക്കുളം പുണ്യാഹം നടത്തും. ഗുരുവായൂർ ക്ഷേത്രക്കുളം വിഷയമാണ്, അത് പുണ്യാഹം നടത്തും എന്നുള്ളതാണ്. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. അതായത് ഗുരുവായൂർ പോലത്തെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ഈ ജാസ്മിൻ ജാഫർ എന്നുള്ളൊരു വ്യക്തി ഒരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെല്ലാം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം. ഒരു സൈഡിലേക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയും മതത്തിൻ്റെ ഒരു ചിന്താഗതിയും അതോടൊപ്പം തന്നെ റേഷണലായിട്ടുള്ള ചിന്താഗതിയും ഒക്കെ കൂടെ കൂട്ടിക്കാഴ്ത്തിട്ടായിരിക്കും സംസാരിക്കുക. പുണ്യാഹം നടത്തും. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒരു വ്യക്തി ആ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ അകത്ത് അവിടെ ബോർഡിൽ വ്യക്തമായ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ഒരു കാരണവശാലും ക്യാമറയോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടുവന്നത് ചിത്രീകരിക്കാൻ പാടില്ല. ആ ചിത്രീകരണം എന്നുള്ള കാര്യം അത് നോട്ട് ഓൺലി ജാസ്മിൻ ജാഫർ, ഇപ്പോഴും പല ആൾക്കാർക്കും വിചാരിക്കുന്നത് ഒരു ജാസ്മിൻ ജാഫർ എന്നുള്ളൊരു വ്യക്തിയുടെ മാത്രമല്ല, ആ ജാസ്മിൻ ജാഫർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടിയില്ല. പിന്നെ ഒരു കാര്യം, ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ മറ്റ് പല ക്ഷേത്രങ്ങൾക്ക്, ഇപ്പോൾ ശബരിമല ടെമ്പിൾ, അവിടെ ഏത് മതത്തിലുള്ള ആൾക്കാർക്കും പോകാം. എന്നാൽ ഈ ഗുരുവായൂർ പോലുള്ള ചില ശബരിമലയിൽ എല്ലാ മതത്തിലുള്ളവർക്കും പോകാം. എങ്കിലും നമ്മുടെ ആർത്തവമുള്ള ഋതുമതികളായിട്ടുള്ള ആർത്തവമുള്ള സ്ത്രീകൾക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. അതാണ് അവിടുത്തെ ഒരു കാര്യം. അതാണ് ശബരിമലയുടെ സംഭവം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കോൺട്രവേഴ്സി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ബിംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ആരാധന കൾച്ചറുമായിട്ടോ ഒക്കെ അതിൻ്റെ വിശ്വാസികൾക്ക് വിട്ടുകൊടുത്തേക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിനകത്ത് ഇതാണ് സംഭവം. അതിനകത്ത് അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ പോയി റീൽ ചിത്രീകരിക്കുന്നത് ആ ക്ഷേത്രകുളത്തിൻ്റെ അകത്ത്. ഞാൻ അതെപ്പോഴും ആലോചിക്കുന്നു, ഇതൊന്നും അവിടെ ഇത്രയും ഒരു റീൽ ചിത്രീകരിക്കുന്ന പറയുന്നത് ആരും കാണാത്തൊരു സംഭവമാണ്. ഇത് ഇത്രയും ആൾക്കാർ കാണുകയും ചെയ്ത സമയത്തും ഇവരെക്കുറിച്ച് അപ്പോൾ ആരോ കണ്ടവർ തന്നെയാണ് ഈ ഒരു സാധനം കംപ്ലയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്, ആ ന്യൂസ് കാണാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലിയും വീണ്ടും. എന്നാൽ ജാസ്മിൻ ജാഫർ കാൽ കഴുകിയ ക്ഷേത്രക്കുളത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് ഇത് വരുന്നു, പുണ്യാഹം നടക്കും എന്നുള്ള കാര്യം, അതായത് ശുദ്ധി വരുത്തും എന്നുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങോട്ട് ബാധിക്കും. ഇതെന്തുവാ, ജാസ്മിൻ ജാഫർ ഒരു സ്ത്രീയല്ലേ, അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ, മതവിശ്വാസം മറ്റതായിരിക്കാം, എങ്കിലും ഈ ഒരു കാര്യത്തിനകത്ത് എന്താ തെറ്റെന്ന് വയ്ക്കും. അവിടെ ഒരു പ്രശ്നം എന്നുള്ളത് വിശ്വാസവുമായിട്ടാണ്. ഇപ്പം പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ ജാസ്മിൻ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്തും മുൻകാല ഇൻ്റർവ്യൂസിൻ്റെ അകത്തൊക്കെ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ നമുക്ക് സ്പ്രേ ഹറാമാണ്, മറ്റ് പല സംഭവങ്ങളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതായത് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള ലെവലിലാണ്. മതം വിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ല. ഓക്കെ, ഇനി എന്താ എന്നാലും അവരുടെ ആ ഒരു ജാസ്മിൻ ജാഫർ നാമത്തിൽ കാര്യമൊന്നുമില്ല, ആ വിശ്വാസത്തിലാണ് കാര്യം. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു അമ്പലക്കുളത്തിലേക്ക്, അതല്ല, അവർ മറ്റൊരു വിശ്വാസം നിൽക്കുന്നു. അതിനുശേഷം അവർ മറ്റൊരു അമ്പലത്തിൻ്റെ ഇതിലേക്ക് കയറുമ്പോൾ ആ വിശ്വാസി സമൂഹത്തിൻ്റെ ആൾക്കാർക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാവും. അവർ ചൂണ്ടിക്കഴിഞ്ഞ് നിങ്ങളൊരു മുസ്ലിം നാമധാരിയല്ലേ, നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒന്ന് കയറി എന്നുള്ള ചോദ്യം ചോദിക്കുന്ന തീവ്ര മതവിശ്വാസികളും, എന്നാൽ ഇതിനകത്ത് നമ്മുടെ വിശ്വാസമല്ലേ, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഒന്ന് ചെയ്തതെന്ന് ചോദിക്കുന്ന മിതമായ വിശ്വാസികളും ഒക്കെ ഉണ്ട്. എന്നാൽ റേഷണലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സ്ത്രീയല്ലേ, അവരവിടെ ഒന്ന് കാല് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ദൈവങ്ങളെല്ലാം ഒന്നല്ലേ എന്നുള്ള രീതി ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ നമ്മുടെ ഈ നാട് ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് ഐഡിയോളജിയാണ് വിശ്വസിക്കുന്ന? ഈ പറയുന്ന എന്താണ് സങ്കല്പങ്ങൾക്കും ബിംബങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. എങ്കിലും എന്തുകൊണ്ടാണ് മതവിശ്വാസങ്ങൾക്ക് അവർ ആ ഒരു സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കുന്നത്? അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. അന്യർ വിശ്വസിക്കുന്ന മതങ്ങൾ, അതിനെ ആ വിശ്വാസത്തിന് നമ്മൾ ഒരിക്കലും എതിർക്കേണ്ട കാര്യമോ അത് അടിച്ചമർത്തേണ്ട കാര്യമില്ല, അത് അവരുടെ വിശ്വാസമായിട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ സ്വൈരവിഹാരം നടക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരു തരത്തിലുള്ള അതിനകത്ത് പാടില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണന നിൽക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ ചെയ്തു ഒരു വലിയൊരു ഒഫൻസാണ്. അതുപോലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് തീരുമാനം. അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രസ്കൂളത്തിൽ എത്തുകയും അവിടെ കാൽ കഴിക്കുകയും റീൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു. ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. അതിൽ പിന്നെ
അപ്പോൾ ഇത് കേസായിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പിൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷം കോടതിയുടെ പരിഗണനയിലേക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ജാസ്മിൻ ജാഫർ ഇട്ട ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി, ആ സ്റ്റോറി ഒന്നും ഒരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വാലിഡാണ്. ഒരാൾ മാപ്പ് അപേക്ഷിച്ചു, ക്ഷമ ചോദിച്ചു, പബ്ലിക്കിനോട് ചോദിച്ചു. 24 hours മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റോറി, അഥവാ 24 മണിക്കൂർ, ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റോറി ഇട്ടിട്ടാണ് എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ സംഭവം. പക്ഷേ മറ്റ് ചാനലുകളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള പബ്ലിഷ് ചെയ്ത ആൾക്കാരിലൂടെയൊക്കെ ഇത് പബ്ലിക് അറിഞ്ഞു എന്നുള്ള കാര്യമാണ്. എങ്കിലും കോടതിയിലൊരു സംഭവം സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ഈ ഒരു കാര്യമായിട്ട് ഇത് പരിഗണിച്ചതിന് ശേഷം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് വലിയ കേസാകുമോ ഇല്ലെന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം തീവ്രമായിട്ട് ഇവരുടെ മേൽ കേസ് അടിച്ചേൽപ്പിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എങ്കിലും ഇതൊരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിലെങ്കിലും ഒരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ വരും അല്ലേ. നമ്മൾ ഗുരുവായൂർ എന്നുള്ള ക്ഷേത്രത്തിൻ്റെ അകത്ത് ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ, ജസ്ന എന്ന് പറയുന്നൊരു സ്ത്രീ, അവർ പോയിട്ട് ജസ്ന ശ്രീകൃഷ്ണൻ്റെ രാധ, അവരവിടെ പോയിട്ട് അവർ ഉണ്ടാക്കിയ കോളൊക്കെ കേരളത്തിനകത്ത് മൊത്തം ആൾക്കാർ അറിഞ്ഞതാണ്. എന്നാൽ ജാസ്മിൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ ആലോചിച്ച് പോകുന്നു. കമന്റ് ബോക്സിലുള്ള ആൾക്കാർ ചോദിക്കുന്നു. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാഹം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുളം ശുദ്ധി വരുത്തും. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കാൻ തീരുമാനമുണ്ട്. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലികളും വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, ജാസ്മിൻ ജാഫർ പോയി ഒരു റീല് മാത്രം നടത്തി പോന്നു. ആ ഒരു വിഷയം പ്രശ്നമായെങ്കിൽ അവിടുത്തെ ആ ഒരു വിശ്വാസ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടും ആ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവിടുത്തെ പ്രതിഷ്ഠാമൂർത്തികളുടെ കാരണമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ 10-18 പൂജകൾ വീണ്ടും ചെയ്യേണ്ടി വരിക. അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് തന്നെ 2 ചിന്ത വരും. സ്വാഭാവികമായിട്ട് ജാസ്മിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അതൊരു മനുഷ്യ സ്ത്രീയല്ലേ കയറിക്കുന്നത്, അതിനകത്ത് എന്തായി പറയുന്നത്? ഈ ഒരു കാര്യം മറ്റ് മതത്തിലേക്ക് നോക്കുക. മറ്റൊരു മതത്തിൻ്റെ ആരാധന വിഗ്രഹങ്ങളോ ബിംബങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലോ ഈ കാര്യം നടക്കാൻ പാടില്ലാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? മനസ്സിലാവുന്നുണ്ടോ? അതായത് വിശ്വാസികൾ എന്ത് വിശ്വസിക്കുന്നോ ആ വിശ്വാസത്തിലേക്ക് അവരെ വിട്ടുകൊടുക്കുക. അതിനകത്തേക്ക് പോയിട്ട് നമ്മൾ അവരുടെ ഇതിനകത്ത് ഇടയ്ക്ക് കയറിക്കെട്ട് ചുരണ്ടാതിരിക്കുക എന്നുള്ള കാര്യമാണ്. നമുക്ക് ആ വിശ്വാസത്തിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതിൽ നകന്ന് നിൽക്കുക എന്നുള്ള കാര്യമാണ്. ജാസ്മിൻ ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് കൂടെ ഉള്ളവരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു സാധാരണ ഭക്തൻ ക്ഷേത്രത്തിൽ കടക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്ത് വെച്ചിട്ടേ കടക്കാൻ പറ്റൂ. എന്നിട്ടും ഈ എരപ്പകൾ അവിടെ ക്യാമറയും കൊണ്ട് ചെന്ന് റീൽസ് എടുത്തപ്പോൾ ആരും ഗവനിച്ചില്ലേ? ഇവളൊക്കെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്നവരാണ്. ശക്തമായ നടപടികൾ വേണം. എനിക്ക് ആ ഒരു അഭിപ്രായമൊന്നുമില്ല. കാരണം തെറ്റുപറ്റി നമ്മളതിനെ കൊല്ലാക്കൊല ചെയ്യണമെന്ന് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ? ഇവിടെ നാഴികയ്ക്ക് 40 തൊട്ട് എത്രമാത്രം പ്രോഡക്റ്റുകൾ പരിചയപ്പെടുന്ന ജാസ്മിൻ. അപ്പോൾ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള നോളജ് ഉണ്ടോയെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ജാസ്മിൻ മുഖത്ത് നിരന്തരമായിട്ട് ഫേസ് ക്രീമുകൾ, സൺസ്ക്രീനുകൾ, പലതരം സംഭവങ്ങൾ, മോയ്സ്ചറൈസർ ഇല്ല, അതിനകത്ത് ഓയിൽ സെറ്റപ്പ് ഇല്ല, ഇത് അടിപൊളിയാണ്, ഇത് തിക്നെസ് കുറവാണ്, നിങ്ങളുടെ മുഖത്ത് അബ്സോർപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ജാസ്മിനൊക്കെ പറയുന്ന പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുകയും കൂടെ വേണം. ഇവിടെ ഞാനൊരു മനുഷ്യ സ്ത്രീയായിട്ട് തന്നെയാണ് ജാസ്മിനെ കാണുന്നത്. അല്ലാതെ ഒരു മതത്തിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു മതത്തിൻ്റെ ഈ ഇന്ന മതത്തിലേക്ക് പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിനെ പോയിട്ട് ഇപ്പം അങ്ങോട്ട് അവഹേളിച്ച് കളയാം, ഈ ക്ഷേത്രത്തിനെ ഇങ്ങോട്ട് അയക്കളയാം, അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാം എന്ന് ജാസ്മിൻ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കുന്നില്ല. അബദ്ധം പറ്റിയത് തന്നെയാണ്. ഞാൻ ആ കുട്ടി ആ ഒരു കാര്യം അങ്ങനെ ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അബദ്ധം പറ്റിയത് തന്നെയാണ്, കയ്യിൽ നിന്ന് പോയി സംഭവം. പക്ഷേ ജാസ്മിനെ പോലുള്ള ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഈ പറയുന്ന ബ്യൂട്ടി പ്രോഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ എന്താണ് ഇവരുടെ നോളജ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നിസ്സാരം വാർത്താ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിന്ന ഒരു വിഷയം, ജസ്ന സലീം അവിടെ കയറിയതും ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ കോളിലൊക്കെ ഉണ്ടാക്കിയ സംഭവം, ആ ഒരു ചർച്ചകൾ എവിടെ കൂടെ ഒരു ചെറിയൊരു തരി അറിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ അവിടെ കയറത്തില്ലായിരുന്നു, ഈ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്ന പ്രോഡക്റ്റുകൾ നല്ല പ്രോഡക്റ്റാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. എന്ത് തോന്നിയാസമാണ് ഒരു സ്ത്രീ കയറിയാൽ ഇടിഞ്ഞു വീഴുന്നതാണോ? ഓക്കെ, എന്ത് തോന്നിയാസമാണ് ഒരു സ്ത്രീ കയറിയാൽ ഇടിഞ്ഞു വീഴുന്നതാണോ ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ? ഇങ്ങനെയാണെങ്കിൽ എത്ര പേര് അവിടെ അഴിമതി മറ്റു തോന്നിയവാസങ്ങൾ കാണിക്കുന്നു? അതിനൊക്കെ എത്ര പുണ്യാഹം തളിക്കണം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് റേഷണലായിട്ടുള്ള ചോദ്യമാണ്. അഴിമതിയും ആരാധനകൾ ആചാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. തനിക്ക് ദഹിക്കുന്നില്ല എങ്കിൽ ഈ മാറിയിരുന്ന് മോഹിക്കും. ഇവിടെ സ്ത്രീ പുരുഷൻ എന്ന് ആരാ പറഞ്ഞ്? സ്ത്രീ കയറിയതല്ലടോ എരപ്പാളി പ്രശ്നം, അഹിന്ദു കയറിയതാണ് പ്രശ്നം. സോ എന്താ പറഞ്ഞേ, ഇത് ഒരു സ്പർദ്ധയാക്കാനൊരു കാരണമായി. നല്ല രീതിയിൽ വളരെ സാഹോദര്യത്തോട് പോകുന്ന ഇസ്ലാം മതം, ഹിന്ദു മറ്റും ഇതര മതങ്ങളും എല്ലാവരും നമ്മൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും അതെന്താ അവൾ കയറി എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അതെന്തിനാ അവൾ അവിടെ കയറിയത് എന്നുള്ള ചോദ്യം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊരു വല്ലാത്തൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. ഒരു സംശയം വേണം. ഓക്കെ, അതിന് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കാണണം. ഒരു മനുഷ്യൻ കയറിയതിന് പുണ്യാഹം തളിക്കുന്ന മൈയുകൾ. ഓക്കെ, സത്യം നമ്മൾ റേഷണലായിട്ട് ചിന്തിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ് കയറിയത്.
ആ ഒരു കാര്യത്തിന് എന്താ പ്രശ്നം? പക്ഷേ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നതാണ് മതങ്ങളും മതാചാരങ്ങളും അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ചെയ്യാന്നുള്ള കാര്യവും, അവരുടെ ആ ഒരു കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവർ ആ ഏരിയയിൽ പോകണ്ടെന്നുള്ള കാര്യവും, അവരുടെ മതത്തിലേക്ക് ഇടിച്ചു കയറി പോയിട്ട് ആ മതത്തിന് എതിരെ വിദ്വേഷ പ്രസംഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു കാര്യമാണ് റേഷണലായിട്ട് ചോദിച്ചാൽ പോലും. ഈ പറയുന്ന മൈറ്റുകൾ മുസ്ലിം പള്ളി റീൽസ് എടുക്കാൻ തുറന്ന് കൊടുത്ത് മാതൃക കാട്ടുമോ? കണ്ടോ, അവിടെ മതസ്പർദ്ധ വന്നുകൊണ്ട് നൈസായിട്ട് ഇവരൊരു മനുഷ്യ സ്ത്രീയല്ലേ, ചെയ്തതിൽ എന്താ കുഴപ്പമെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ മറ്റൊരാൾ ചോദിക്കുന്നു നിങ്ങളെങ്കിലും മുസ്ലിം പള്ളി സെലക്ട് ചെയ്യാത്തത്. അപ്പം ഇത് സാധാരണ വളരെ നല്ല വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന് പോലും ഇതൊരു അപമാനമായിരിക്കും. ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ ഇത് എന്തിനാണ് നമ്മൾ വിളിച്ച് പറയുന്നത്? ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇല്ലല്ലോ. ആ പുള്ളിക്കാരത്തി അവരുടെ റീൽസ് ചിത്രീകരിച്ചു, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളൊക്കെ എന്തിനാണ് നമ്മളെ കുറ്റം പറയുന്നത്? ആണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഈ ചുറ്റുപാട്, എൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് എത്രമാത്രം എല്ലാ മതത്തിനും മതം നോക്കിയിട്ടല്ല നമ്മൾ സുഹൃത്തുക്കളുള്ളത്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ഇതിലും പെട്ട ആരാധനാലയങ്ങളും എല്ലാത്തിലും പോകുന്നവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കും, ഇതിനകത്ത് മതം വന്നു. നീയൊക്കെ അമ്പലം റീൽസ് എടുക്കാൻ വേണ്ടി തുറന്ന് എടുക്കുവാണോ? ആദ്യം കണ്ണിൽ തടിയെടുത്ത് മാറ്റി എന്നിട്ടാവും മറ്റുള്ളവരുടെ. അമ്പലക്കുളം വിഗ്രഹ സ്നാനം ചെയ്ത സ്ഥലമാണ് ബ്രോ. അവിടെ പോയി മോസ്കിലും കാണിച്ചാൽ അറിയാം, വല്ല മോസ്കിലും പോയി കാണിച്ചാൽ. ഈ ക്ഷേത്രക്കുളം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞില്ല. ക്ഷേത്രക്കുളമാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതിഷ്ഠയും മറ്റുള്ള കാര്യങ്ങൾ മൂർത്തികൾക്കൊക്കെ അവരെ ആറാട്ടിനും മറ്റുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുവരികയും നിരന്തരമായിട്ട് ആ ഒരു ക്ഷേത്രക്കുളമായിട്ടുള്ള ഇത് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ആചാരത്തിനെ വ്രണപ്പെടുത്തി എന്നുള്ള കാര്യമാണ്. അതാ പ്രശ്നം. ഈ ശബരിമലയിൽ മുമ്പ് സ്ത്രീ പ്രവേശമോ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള സമയത്ത് ഇതുപോലത്തെ എന്തോ സംഭവം ഉണ്ടായിരുന്നു, ന്യൂസ് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇതുപോലത്തെ പുണ്യാഹം തളിക്കൽ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. ചോര വീണ് കഴിഞ്ഞാൽ പുണ്യാഹം നടത്തുന്ന കാര്യങ്ങളുണ്ട്. അത് ചില ഓരോ അമ്പലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ, മൂർത്തികളുടെ അടിസ്ഥാനത്തിൽ. ഒരു മനുഷ്യനാടെ അത് എന്തൊക്കെയാണ് ഇത് അതല്ല. തീർച്ചയായിട്ടും അമ്പലക്കുളത്തിൽ കാക്കയും മീനും തൂന്നു അവരുടെ കുണ്ടി അടിച്ചു വയ്ക്കുക. നിരോധിത മേഖലയിൽ റീൽ ഷൂട്ട് ചെയ്ത് തെറ്റ് തന്നെ, അതിന് ഇത്രയ്ക്കൊക്കെ വേണോ? ഓക്കെ, നിരോധിത മേഖലയിൽ ഷൂട്ട് ചെയ്ത് അതിന് ഇത്രയ്ക്കൊക്കെ വേണോ എന്നുള്ളതാണ് സ്ത്രീകൾ. നമ്മളെന്താ പറയുക, ഇപ്പം അത് വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ നോക്കുമ്പോഴേക്കും എൻ്റെ കണ്ണിലൂടെ നോക്കുവാണെങ്കിൽ ജാസ്മിൻ എന്നുള്ള സ്ത്രീ ഒരു മനുഷ്യ സ്ത്രീയാണ്. അതൊരു അമ്പലത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോയി റീൽ ചിത്രീകരിച്ചു. അതിനകത്ത് കോടതിയുടെ പരിഗണന നിൽക്കുന്ന ഒരു വിഷയം, അഥവാ കോടതി അങ്ങനെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിന് അവിടെ ഈ പുള്ളിക്കാരത്തി ലംഘിച്ചു. ആ ഒരു കാര്യത്തിന് പുള്ളിക്കാരത്തിക്കെതിരെ കേസെടുക്കാം. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതിനപ്പുറം അതും കടന്നിട്ട് ഈ ജാസ്മിൻ ജാഫർ എന്നുള്ള വ്യക്തി ഇറങ്ങിയതോടുകൂടി ആ ക്ഷേത്രത്തിലെയും അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പാപവും ഈ ഒരു പെൺകുട്ടിയുടെ മേലിൽ കൊണ്ട് വയ്ക്കുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല വ്യക്തിപരമായിട്ട്. അത് ഇവരാണോ അതിനകത്ത് എല്ലാത്തിൻ്റെ കാരണക്കാരൻ? അപ്പോൾ നമ്മൾ തന്നെ ഈ പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങളും മറ്റുള്ള ആരാധനാലയങ്ങളും എല്ലായിടത്തും എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നു. ഇവരും പറയുന്നത് പൗരോഹിത്യത്തിൻ്റെ ആൾക്കാർ പറയുന്നത് ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെന്നാണ് പറയുന്നത്, എന്തെല്ലാം കാണിക്കുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, അത് യുക്തിപരമായി ചിന്തിച്ചാൽ അതിനകത്ത് ജാസ്മിനെ ഈ കോടതി അലക്ഷ്യം എന്നുള്ള കാര്യം തെറ്റാണ്. മറിച്ച് ഭക്തിയുടെ ഭാഗത്ത് നിന്ന് വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗം നോക്കുമ്പോഴേക്കും അതിനകത്ത് അവർ ചെയ്യുന്ന കൊടിയ പാപം എന്നുള്ള രീതിയിൽ വയ്ക്കുന്നതിനോട് വ്യക്തിപരമായി യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ വിശ്വാസികളുടെ വിശ്വാസത്തിന് നമുക്ക് എതിർക്കാനും താല്പര്യമില്ല. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. കേരളം ഭ്രാന്താലയം ബെസ്റ്റ്. ഇതൊക്കെ ഓവറല്ലേ? ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഇത് കേട്ടിട്ട് നാണക്കേട് തോന്നുന്നു എന്നുള്ള കാര്യം സത്യം. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. പുണ്യാഹം തളിക്കാൻ മാത്രം മോശമായ എന്ത് വലിയ തെറ്റാണ് ആ പെൺകുട്ടി ചെയ്തത്? വളരെ കറക്റ്റായിട്ട് കാര്യം. ഗുരുവായൂരപ്പനെ പോലും പരിഹാസമാക്കുന്ന നാണം കെട്ട പണിയാണ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. സത്യമാണല്ലോ പറഞ്ഞേ. ഇതിനകത്ത് പലർക്കും പല അഭിപ്രായമാണ്. എല്ലാവരും ഇപ്പം ഈ ന്യായമായ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ന്യായമല്ലാത്ത രീതിയിൽ നമ്മുടെ വിശ്വാസത്തിനെ ലംഘിച്ചു, ഞങ്ങളുടെ വിശ്വാസത്തിനകത്ത് കടന്നു കയറി, നിങ്ങൾ മറ്റൊരു മതത്തിലുള്ള ആളല്ലേ എന്നൊരു ചോദ്യം. ഈ ചോദ്യം എല്ലാം ഉണ്ടാവേണ്ട കാരണം അവിടെ ഒരു നിയമം, അവിടുത്തെ ആ ഒരു അമ്പലത്തിൻ്റെ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടാണ്. അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നു, ബോർഡ് വെച്ചിട്ടുണ്ട്. അഹിന്ദുക്കൾ പ്രവേശിക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ പറ്റുമോ? സാക്ഷാൽ ദാസേട്ടൻ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴി. അപ്പം ഈ ഗുരുവായൂരപ്പനെ കാണാത്ത, അവിടെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത, ഗുരുവായൂരപ്പനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, ഇന്നും ആ അമ്പലത്തിൽ പോലും കേൾക്കുന്ന ഒരു ശബ്ദം ദാസേട്ടൻ്റെതാണ്. ദാസേട്ടൻ സാക്ഷാൽ ദാസേട്ടൻ്റെ പോലും അവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിനകത്ത് നവീകരിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു മതവിശ്വാസത്തിൻ്റെ സംഭവമാണ് മുടച്ചു നിൽക്കുന്നത്. അതിനും അപ്പുറം മനുഷ്യനായിട്ട് കാണാനുള്ളൊരു സംവിധാനങ്ങൾ ഇന്നും നമ്മുടെ ഈ ആധുനിക കാലത്തും മാറി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്.
ജാസ്മിൻ ജാഫർ എന്നുള്ളൊരു വ്യക്തി അവിടെ കയറിയതോടുകൂടി ആ അമ്പലത്തിൻ്റെ മുഴുവൻ അന്തസ്സത്തെയും പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. അത് ദൈവത്തിന് അതിനകത്തുള്ള കൈ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവിടുത്തെ ആചാരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിനും അതൊരു മുറിവേറ്റു എന്നുള്ള കാര്യമാണ്. അത് ഒഴിവാക്കാമായിരുന്നു ജാസ്മിന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കോടതിയുടെ പരിഗണന നിൽക്കുന്ന കാര്യങ്ങളുടെ അകത്ത് തലയിട്ട് അതിനകത്ത് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഹിന്ദു ആയിരിക്കാം, ഇസ്ലാം ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മതമില്ലാത്തവരായിരിക്കും. ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പൂർണ്ണമായിട്ടും ആ കുട്ടിയെ കുറ്റം പറയേണ്ടതുണ്ടോ? തെറ്റ് പറ്റി അല്ലേ? അതിനപ്പുറത്തേക്ക് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഒരു അപമാനഭാരം ഒരാളുടെ തലയിൽ അടിച്ചു വയ്ക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, വ്യക്തിപരമായിട്ട്. അതിൻ്റെയൊക്കെ അത്രത്തോളമൊക്കെ പോയിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ.